ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എം.എ. ബേബി നമുക്ക് സ്വാഗതം ആശംസിച്ച കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇ.പി. യശോധരൻ ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എം പി, ജോർജ് മേഷ്യ MLA, ആനാവൂർ നാഗപ്പൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, തിരുവനന്തപുരം കളക്ടർ N. അയ്യപ്പൻ IAS, ശിവശങ്കരൻ IAS, കല്ലിയൂർ ശ്രീധരൻ നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ KG അജീല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലിയൂർ K. അശോക് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M. മണികണ്ഠൻ, വാർഡ് മെമ്പർ ശ്രീമതി BL ഹേമ, കോർഡിനേറ്റർ NGC ജില്ലാ കമ്മിറ്റി ശ്രീ KG അജിത് കുമാർ, നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ കമലാക്ഷൻ കൊക്കൽ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട സ്ത്രീകളെ, വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകന്മാരെ, അധ്യാപികകളെ, ഉദ്യോഗസ്ഥന്മാരെ, സുഹൃത്തുക്കളെ, ദേശീയ ഹരിതസേന രൂപീകരണ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ദേശീയ ഹരിതസേന രൂപവത്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഏറെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ദേശീയ ഹരിതസേന. വിദ്യാർത്ഥികളെ ക്രിയാത്മകമായി പരിസ്ഥിതി സംരക്ഷണത്തിനായി രംഗത്തിറക്കുക എന്നുള്ളതാണ് ഹരിതസേനയുടെ ലക്ഷ്യം. ഈ വർഷം സംസ്ഥാനത്ത് 1400 സ്കൂളുകൾ കൂടി ഹരിതസേനയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2100 സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ ഹരിതസേന പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ക്ലബ്ബുകളുടെ പ്രവർത്തനം ഫലപ്രദമാണെന്ന് കണ്ടാണ് അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഹരിതസേനയുടെ പ്രവർത്തനത്തിനായി ഏതാണ്ട് 1 കോടി രൂപയോടടുത്ത് സാമ്പത്തിക സഹായം വിവിധ സ്കൂളുകൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. 14 ജില്ലകളിലെയും ഏതാണ്ട് എല്ലാ സർക്കാർ സ്കൂളുകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ഓരോ സ്കൂളിനുമുള്ള സാമ്പത്തിക സഹായം 1000 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ ജലം, വായു, മണ്ണ് എന്നിവയെല്ലാം തന്നെ ഇന്ന് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വനസമ്പത്തും അതിനോടനുബന്ധിച്ചുള്ള ജലസ്രോതസ്സുകളും എല്ലാം തന്നെ ഇന്ന് വിവിധ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യേറ്റവും വ്യാപകമാണ്. നദികളുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തിയും ആഴത്തിലുള്ള ഭൂജലം ചൂഷണം ചെയ്തും ജനങ്ങൾ തുല്യമായി അനുഭവിക്കേണ്ട പൊതുമുതലുകൾ, കുത്തകകൾ കൊള്ളയടിക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് തടയുന്നതിനും പ്രകൃതി സമ്പത്തും ജലസ്രോതസ്സും എല്ലാം സംരക്ഷിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ലോകത്തിൽ തന്നെ ജൈവസമ്പത്താൽ സമ്പുഷ്ടമായ അപൂർവം മേഖലകളിൽ ഒന്നാണ് നമ്മുടെ സഹ്യപർവ്വത നിര. അപൂർവങ്ങളായ അനേകം സസ്യജന്തുജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയുടെയും കേന്ദ്രമാണത്. ഇത്തരം ജൈവസമ്പത്ത് സംരക്ഷിക്കണമെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളുകളിൽ പരിസ്ഥിതി ഒരു
പാഠ്യവിഷയമാക്കണമെന്നത് പലതവണ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ദേശീയ ഹരിതസേനയുടെ പ്രവർത്തനം കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഈ വിഷയം കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേരുന്നതോടൊപ്പം അതുവഴി കൂടുതൽ ജനങ്ങളിലേക്കും എത്തിച്ചേരുമെന്ന് നാം ആശിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ശുദ്ധജലവും ശുചിത്വവും അത്യന്താപേക്ഷിതമാണ്. ശുചിത്വം കുറവായ സ്ഥലങ്ങളിലും ശുദ്ധജലക്ഷാമം ഉള്ളയിടങ്ങളിലുമാണ് രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വളരെ മുന്നിലായിരുന്ന കേരളം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആലസ്യത്തിന്റെ ഫലമായി ഇന്ന് അനവധി പകർച്ചവ്യാധികളുടെ പിടിയിലാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, കോളറ, മലേറിയ തുടങ്ങിയ നിരവധി രോഗങ്ങൾ കേരളത്തെ കീഴ്പ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തെയും ശുചിത്വത്തെ പറ്റിയുള്ള അവബോധമില്ലായ്മയാണ് കാണിക്കുന്നത്. ഈ ആലസ്യത്തിന്റെയും അവഗണനയുടെയും ഫലമായി ആരോഗ്യരംഗത്തും ഉണ്ടായ വീഴ്ചകൾ പരിഹരിക്കാൻ ശ്രദ്ധാപൂർവമായ കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് ആവശ്യം. ദേശീയ ഹരിതസേനയ്ക്ക്, അതായത് കുട്ടികളുടെ ഹരിതസേനയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാൻ ആകും. പരിസ്ഥിതി അവബോധമുള്ള തലമുറയെ വാർത്തെടുക്കുകയും നാടിന്റെ ക്രിയാത്മകവും സർഗാത്മകവുമായുള്ള പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കുകയുമാണല്ലോ ദേശീയ ഹരിതസേനയുടെ ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണവും പരിസരം ശുചിയാക്കി വയ്ക്കലും പരമപ്രധാനമായ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ മുതിർന്നവർക്ക് വഴികാട്ടാൻ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഹരിതസേന രൂപവൽക്കരണം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അഭിവാദനങ്ങൾ. എന്റെ സ്നേഹിതന്മാർ, തുടർന്ന് ആശംസകൾ അർപ്പിക്കാൻ ഓരോരുത്തരായി ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ അത് കേട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായതിനാൽ ഞാൻ മുന്നോട്ട് മന്നം നീങ്ങുകയാണ്. എനിക്ക് അതിന് അനുമതി നൽകുമെന്ന് ആശിക്കുന്നു. നിർത്തുന്നു. അടുത്തതായി ദേശീയ ഹരിതസേനയുടെ സംസ്ഥാനതല ഫണ്ട് വിതരണമാണ്. ആദ്യമായി ഫണ്ട് നൽകുന്നത് പുന്നമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ PR മോഹന ടീച്ചർക്കാണ്. ടീച്ചറിനെ ഫണ്ട് കൈപ്പറ്റുന്നതിനായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പുന്നമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി ലൂസിയ റോസ് ടീച്ചറിനെ ഫണ്ട് കൈപ്പറ്റുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒഴിവാക്കാനാകാത്ത ജോലി തിരക്ക് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പുറപ്പെടുകയാണ്. അവരെ യാത്രയാക്കുന്നതോടൊപ്പം ചടങ്ങുകൾ തുടരുകയാണ്. പ്രിയമ്മ ദേവി അവர்களെ, കേരളത്തിൻ്റെ പ്രിയങ്കരനും ആരാധ്യനുമായ മുഖ്യമന്ത്രി ശ്രീ V.S. അച്യുതാനന്ദൻ അവர்களെ, ഈ വേദിയിലുള്ള ഡോക്ടർ E.P. യശോധരൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, കേരള ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി കൗൺസിൽ, ശ്രീമതി KG അജില, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീ K. അശോകുമാർ, കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, CM മണികണ്ഠൻ, നേമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി DL ഹേമ, വാർഡ് മെമ്പർ, ശ്രീ KG അജിത് കുമാർ, കോർഡിനേറ്റർ NGC ജില്ലാ കമ്മിറ്റി, ഡോക്ടർ കമലാക്ഷൻ ഡോക്ടർ, പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ, കേരള ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി കൗൺസിൽ, ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്സസ് ശ്രീമതി ST ലൂസിയ റോസ്, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ PR മോഹന,
ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകരെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, ബഹുമാന്യരായ നാട്ടുകാരെ, മീഡിയ സുഹൃത്തുക്കളെ, കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന ദേശീയ ഹരിതസേന പരിപാടി നമ്മുടെ ബഹുമാന്യരായ മുഖ്യമന്ത്രി ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഈ പരിപാടിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്വാഗത പ്രസംഗത്തിലുമൊക്കെ വളരെ വിശദമായി സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ദീർഘമായൊരു പ്രസംഗത്തിൽ പോകുന്നില്ല. നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിനുണ്ടാവുന്ന വെല്ലുവിളിയാണ്. ആ പരിസ്ഥിതി സംരക്ഷണത്തിന് നേരിടുന്ന വെല്ലുവിളി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഹരിതസേനകൾ രൂപീകരിക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ കുട്ടികളിൽ നിന്ന് വേണം ഇത്തരം കാര്യങ്ങളിൽ അവബോധം നമ്മുടെ രക്ഷകർത്താക്കളിലും അതുപോലെ തന്നെ സമൂഹത്തിലും എത്തിക്കേണ്ടത് എന്നത് തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടി നമ്മുടെ സ്കൂൾ തലങ്ങളിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ഇതിനെ സംബന്ധിച്ചുള്ള അവബോധം എത്തിക്കാൻ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൂട്ടായി നടത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഈ പരിപാടി വമ്പിച്ച വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി KG അജില അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ, കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമാൻ എം എ ബേബി, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാനമുള്ള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അവർ, അതുപോലെ തന്നെ ആശംസാ പ്രസംഗം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ കല്ലൂർ ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്തിൽ കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ദേശീയ ഹരിതസേനയുടെ സംസ്ഥാനതല ഫണ്ട് വിതരണ ഉദ്ഘാടന കർമ്മം ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പോൾ കുട്ടികളിൽ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മളോട് സൂചിപ്പിച്ചു, ഇന്ന് പറ്റൂർക്കാവ് ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മരം നടൽ പദ്ധതിയിൽ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ മരം നല്ല ഭംഗിയായിട്ട് നട്ട് വളർത്തിയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി അത് ആ ഡയറിയിൽ കുടിക്കാൻ വിട്ടുപോയി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബി, ഉദ്ഘാടനവും പ്രവർത്തന ഫണ്ട് വിതരണവും നടത്തിയ ആരാധനായ കേരള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ, വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളെ, സ്നേഹമുള്ള ഉദ്യോഗസ്ഥരെ, ബഹുമാനമുള്ള പിന്നമോട് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അധ്യാപകരെ, PTA അംഗങ്ങളെ, രക്ഷകർത്താക്കളെ, കൊച്ചുകൂട്ടുകാരെ, കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത പച്ചപ്പ് നിറഞ്ഞ് എങ്ങും സസ്യങ്ങളുടെ ഒരു കൂട്ടം ഏതു ഭാഗത്തു നിന്നാലും നമുക്ക് തണലേകുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം എങ്ങും അറിയപ്പെടുന്നത്. നമ്മുടെ സംസ്കാരവും നമ്മുടെ പ്രദേശവും മറ്റു ജനങ്ങൾക്ക് സംരക്ഷണവും ആതിഥ്യവും അരുളുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളം ദൈവത്തിൻ്റെ നാട് എന്ന് മറ്റു രാജ്യങ്ങളിൽ അറിയപ്പെടാൻ കാരണം. മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അവർ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബി അവർ,
നേമം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കല്ലിയൂർ ശ്രീധരൻ അവർ, ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീമതി KG അജില, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ, ബഹുമാനിയായ വാർഡ് മെമ്പർ ശ്രീമതി DL ഹേമ, മറ്റ് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, സഹോദരന്മാരായ ഗുരുജനങ്ങളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിന് ഞാൻ തിരിയുന്നില്ല. ഇവിടെ ഈ സംരംഭത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മുതൽ മറ്റ് ജനനേതാക്കന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഇഴപിരിയാത്ത ഒരു ബന്ധമുണ്ടായിരുന്ന നാടാണ് ഭാരതം. ലോകത്ത് ആദ്യമായി ആയുസ്സിന് വേണ്ടി ഒരു അതിജീവനത്തിൻ്റെ ശാസ്ത്രം സൃഷ്ടിച്ച മഹാരാജ്യമാണ് നമ്മുടെ രാജ്യം. ഇന്നും ആ ആരോഗ്യ ശാസ്ത്രത്തെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ഒരു ശാസ്ത്രം, അല്ലെങ്കിൽ കുറ്റമറ്റത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആരോഗ്യ ശാസ്ത്രം ഇന്നും ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാം. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബി അവറുകൾ ദേശീയ ഹരിതസേനയുടെ ഫണ്ട് വിതരണവും ഉദ്ഘാടനവും നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അവറുകൾ, ആശംസാ പ്രസംഗത്തിന് എത്തിയിരിക്കുന്ന നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കല്ലിയൂർ ശ്രീധർ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി KG അജില, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K ശിവകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മണികണ്ഠൻ, ജില്ലാ കോർഡിനേറ്റർ ശ്രീ KG അജിത് കുമാർ സർ, പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ കമലാസൻ കൊങ്കൽ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പുന്നമൂട് സ്കൂളിലെ പ്രിൻസിപ്പൽ HR, മറ്റ് സ്കൂളുകളിൽ എത്തിയിരിക്കുന്ന അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നല്ലവരായ നാട്ടുകാരെ, ദേശീയ ഹരിതസേനയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത്. നമ്മുടെ ഈ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ പുന്നമൂട് സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്കൂളിലെ എക്കോ ക്ലബിന്റെ പ്രവർത്തനം വളരെ കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കിന്ന് ഇവിടെ ഫണ്ട് വിതരണമൊക്കെ നടത്തിയിട്ടുള്ളത്. മരം നടുന്ന പദ്ധതിയുടെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല അറിവും ബോധവും ഉള്ളവരായി കഴിഞ്ഞു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ ഇവിടെ അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ തന്നെ പല ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ ഇന്ന് പ്രതികരണം ഉണ്ടായത്. വേദി, ബഹുമാനപ്പെട്ട ഉദ്ഘാടകർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ EP യശോധരൻ, മറ്റ് ബഹുമാന്യരായ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളെ, ശാസ്ത്ര സാങ്കേതിക കൗൺസിലിലെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ, മറ്റ് ഉദ്യോഗസ്ഥരെ, ഈ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഹരിതസേനയുടെ കീഴിൽ കേരളത്തിലെ പുതിയതായി ഓരോ ജില്ലകളിലും 100 സ്കൂളുകളിൽ കൂടി എക്കോ ക്ലബിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ വിശദമായി പറഞ്ഞതുകൊണ്ട് അതേ കാര്യങ്ങൾ ആവർത്തിച്ച് ഞാൻ വർദ്ധിപ്പിക്കുന്നില്ല. ഈ സ്കൂള് തിരഞ്ഞെടുത്തതിൽ യാതൊരു തെറ്റും കണ്ടില്ല എന്നുള്ളത് എല്ലാവരുടെയും പ്രസംഗത്തിൽ കൂടെ മനസ്സിലായി. ചെടികളെ സ്നേഹിക്കുന്ന അധ്യാപകരും കുട്ടികളും ഈ സ്കൂളിലുണ്ടതിൻ്റെ തെളിവാണ് ഇവിടെ ചെടികളിലെ പേരിൽ വെച്ചിട്ടുള്ളതും ഇവിടെ കാണുന്ന ക്യാപ്റ്റൻസും ഒക്കെ. അപ്പോൾ ഇനിയും എക്കോ ക്ലബിൻ്റെ പ്രവർത്തനം ഈ സ്കൂളിൽ നന്നായി നടക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് ഇവിടുത്തെ HMന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പ്രിൻസിപ്പലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. അങ്ങനെ ഒരു സംസ്ഥാനതല പരിപാടിയുടെ പ്രോഗ്രാം ഇവിടെ നടന്നപ്പോൾ ഇനി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എക്കോ ക്ലബായി ഈ പുന്നമൂട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
വേദിയിലും സദസ്സിലിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, നാഷണൽ ഗ്രീൻ കോർ അല്ലെങ്കിൽ ദേശീയ ഹരിതസേന എന്ന ഒരു സ്റ്റുഡൻറ് എൻവയോൺമെന്റ് മൂവ്മെന്റ് ആണ് അതിൻ്റെ 1400 സ്കൂളുകളിൽ കൂടി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് ഇന്നിവിടെ നടന്നത്. ഈ എക്കോ ക്ലബ്ബ് 2001 കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. അന്ന് ജില്ലയിൽ 100 സ്കൂളുകളിലാണ് എക്കോ ക്ലബ്ബുകൾ തുടങ്ങിയത്. അപ്പോൾ ഒരു എക്കോ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്കൂളിൽ 50 മിനിമം 50 വിദ്യാർത്ഥിനികളും ആ 50 വിദ്യാർത്ഥിനികൾക്ക് ചേർന്നിട്ട് ഒരു ടീച്ചർ ഇൻചാർജ്. അതാണ് ഒരു യൂണിറ്റിന്റെ ശക്തി. അങ്ങനെ 100 സ്കൂളുകളിൽ തുടക്കത്തിൽ ഒരു ജില്ലയിൽ ഈ എക്കോ ക്ലബ്ബുകൾ തുടങ്ങുകയുണ്ടായി. കേരളത്തിലൊട്ടാകെ 1400 സ്കൂളുകളിലാണ് അങ്ങനെ എക്കോ ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ഇതിന്റെ പ്രവർത്തനത്തിനായിട്ട് ഒരു എക്കോ ക്ലബിന് വേണ്ടിയിട്ട് 1000 രൂപയാണ് പ്രതിവർഷം സാമ്പത്തിക സഹായം നൽകി വന്നത്. ഇന്ന് ഇത് ഓരോ ജില്ലയിലും 250 എക്കോ ക്ലബ്ബുകളിൽ സ്കൂളുകളിൽ എക്കോ ക്ലബ്ബ് തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് ആകെ 3500 സ്കൂളുകളിൽ എക്കോ ക്ലബ്ബുകൾ തുടങ്ങുകയാണ്. അതിന്റെ സാമ്പത്തിക സഹായം 1000 രൂപയിൽ നിന്ന് 2500 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മൊത്തം കേരളത്തിലാകമാനമുള്ള സ്കൂളുകളിൽ അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ ഈ ഫണ്ട് വിതരണവും തുടർന്നുള്ള പരിസ്ഥിതി പരിപാടികളും നടത്തുന്നതാണ്. അപ്പോൾ ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. ഈ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് കൂടിയാലോചിച്ചപ്പോൾ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ട്, ഗ്രാമീണ തലത്തിലുള്ള ഒരു സ്കൂൾ തന്നെ ഇതിന് വേണമെന്ന് CMന്റെ ഓഫീസിൽ നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ CMന്റെ ഓഫീസ് തന്നെയാണ് ഈ സ്കൂൾ, കുന്നമൂട് സ്കൂൾ തെരഞ്ഞെടുത്തത്. അങ്ങനെ 9-ാം തീയതി ആണ് ഞങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്. CM ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറാണ്. 18 എന്നുള്ള ഒരു ഡേറ്റാണ് ഞങ്ങൾക്ക് തന്നത്. വെറും 9 ദിവസങ്ങൾക്കുള്ളിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കണം. അപ്പോൾ ഒരു ഗവൺമെന്റ് സ്കൂളാകുമ്പോൾ നമുക്ക് വിപുലമായിട്ടുള്ള ഓഡിറ്റോറിയം മറ്റൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലുള്ള ഒരു ഓഡിറ്റോറിയം ബാക്കിയുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും തയ്യാറാക്കുക എന്നുള്ള ബാധ്യത ചുമതല ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഉടനെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടു. സ്കൂളിൽ നിന്ന് വളരെ നല്ല സമീപനമാണ് ലഭിച്ചത്. സ്കൂളിൽ നിന്ന് മാത്രമല്ല, PTA പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂടിയാലോചന നടക്കുകയുണ്ടായി. അധ്യക്ഷം വഹിക്കാൻ ഇവിടെ എത്തിയത് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും വിദ്യാർത്ഥിനികളുടെ പേരിലും അധ്യാപികമാരുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അസംബ്ലി നടക്കുന്ന സമയമാണ്. ഇന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. ഇന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗവും താല്പര്യമാണ് ഇത് കാണിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനും വിദ്യാർത്ഥികളുടെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന് കേരള ഗവൺമെന്റ് എത്രമാത്രം താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സംരംഭത്തിൽ
ശ്രീ VS അച്യുതാനന്ദൻ അവർ ശാരീരികമായിട്ടുള്ള അല്പസ്വല്പ വൈഷമ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം സമയത്ത് തന്നെ വന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തരികയുണ്ടായി. ഇതിൻ്റെ ഫണ്ട് വിതരണവും നടത്തി തരികയുണ്ടായി. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തട്ടെ. നമ്മൾ ക്ഷണിച്ച പല വ്യക്തികൾക്ക് ഇന്ന് പലവിധ അസൗകര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ MP, ശ്രീ ജോർജ് മേസിയർ MLA, ശ്രീ അനാവൂർ നാഗപ്പൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ N. അയ്യപ്പൻ IAS ജില്ലാ കളക്ടർ, ശ്രീ M. ശിവശങ്കർ IAS DPI ഇവർക്ക് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും ഔപചാരികമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ച നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കല്ലിയൂർ ശ്രീധരൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തട്ടെ. അതുപോലെ ആശംസകൾ അർപ്പിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി KG അജില അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു തലവേദനയായിരുന്നു ഈ റോഡ്, ഒരു 50 മീറ്റർ റോഡ്. ആ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ റോഡ് ശരിയാക്കി കിട്ടണം. അപ്പോൾ ആ റോഡ് ശരിയാക്കി കിട്ടാൻ ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. അശോക് കുമാർ അവർകളെയാണ്. അദ്ദേഹം അത് ഭംഗിയാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. അശോക് കുമാർ അവർകളെയാണ്. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് നിറവേറ്റി ഇന്ന് നമുക്ക് കാറ് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ റോഡിനെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ശരിയാക്കിയെടുത്തു. അദ്ദേഹത്തിന് ഞാൻ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ഇവിടെ ആശംസകൾ അർപ്പിച്ച ശ്രീ M. മണികണ്ഠൻ അവർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹത്തിനും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ എല്ലാ കൂടിയാലോചനകളിലും സന്നിഹിതരായി വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങൾ തന്ന ശ്രീമതി GL ഹേമ വാർഡ് മെമ്പർ അവർ ഇന്ന് ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. അവർക്കും പ്രത്യേകമായി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളുടെ ദേശീയ ഹരിതസേനയുടെ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടാടുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന ശ്രീ KG അജിത് കുമാർ സർ അദ്ദേഹം ജില്ലാ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിനും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ PTA പ്രസിഡന്റ് V. ശിവകുമാരൻ നായർ അദ്ദേഹം ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി, ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഈ നന്ദി പറയാൻ പ്രധാനമായിട്ട് വേദിയിലുള്ളത് ശ്രീ PR മോഹന, അദ്ദേഹം പ്രിൻസിപ്പൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുന്നമൂടാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊടുക്കുന്നു. ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്കിവിടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ
ശ്രീമതി SP ലൂസിയ റോസ് അവരുടെ താല്പര്യപൂർവ്വമുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പരിപാടി ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മാറ്റേണ്ടി വന്നേനെ. അപ്പോൾ അവരുടെ വളരെ താല്പര്യമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ. എല്ലാ പ്രവർത്തനങ്ങൾക്കും പലവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കാനും അവയുടെ കോർഡിനേഷനും പൂർണ്ണ സഹകരണം നൽകിയ ശ്രീമതി ലൂസിയ റോസ് ടീച്ചർ അവർക്ക് ഞാൻ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ പേരിലും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ, ഈ പരിപാടിയുടെ പ്രധാന നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ വിദ്യാർത്ഥിനികളുമാണ്. അതുപോലെ ഇവിടുത്തെ നാട്ടുകാരുമാണ്. ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്കും ഓരോ ചുമതലകൾ ഏറ്റെടുത്ത് വാങ്ങി അത് നല്ല രീതിയിൽ നടത്തി വിജയിപ്പിച്ച ഓരോ ടീച്ചേഴ്സും അവരുടെ പേര് ഞാൻ പ്രത്യേകം വായിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും ഓരോ വിദ്യാർത്ഥിനികൾക്കും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും ഈ നാട്ടുകാർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തട്ടെ. ജയ് ഹിന്ദ്. മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ റിഫ്രഷ്മെന്റിന് ശേഷം ഫണ്ട് വാങ്ങുന്നതിനായി രജിസ്ട്രേഷൻ നടത്തിയ റൂമിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തതായി ദേശീയ ഗാനം. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जाहे तव शुभ आशिष माहे गाहे तव जय गाना जन गण मंगलदायक जय हे भारत भाग्य विधाता
Thank you.